ഹലോ ഫ്രണ്ട്സ്, ഇതുപോലെ തേങ്ങ കേടുവന്നിട്ടുണ്ടെങ്കിൽ കളയരുത് കേട്ടോ. അത് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ഐഡിയ കൊണ്ടാണ് വന്നിട്ടുള്ളത്. കൂടാതെ കുറച്ച് നല്ല ടിപ്സുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഈ പാക്കറ്റിൽ പകുതി ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ബോട്ടിലേക്ക് ഇടാനും ഇല്ല, ഇതുമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് നമുക്ക് നല്ല ടൈറ്റായിട്ട് എയർ കിടക്കാത്ത രീതിയിൽ ഇതിനൊന്ന് ടൈറ്റ് ചെയ്ത് സീൽ ചെയ്തിട്ട് നമുക്ക് സൂക്ഷിക്കാം. അതിന് വേണ്ടിയിട്ട് അതിനെ ഇതേപോലെ ഒന്ന് മടക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. രണ്ട് സൈഡും പിടിച്ചിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് ഇങ്ങനെ ഇതേപോലെ മടക്കിയിട്ട് പിന്നെ അതങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് പക്ഷേ നമ്മൾ ഈ കോർണറിൽ സൈഡിലേക്ക് വരുന്ന ഒരു ഇതില്ലേ, ആ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതേപോലെ മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കും. ഒട്ടും തന്നെ ഉള്ളിലേക്ക് എയർ കിടക്കില്ല, ഉള്ളിലുള്ള ഒന്നും പുറത്തേക്ക് വരില്ല കേട്ടോ. അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇതേപോലെ വലിയൊരു പാക്കറ്റാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിലുള്ള സാധനങ്ങൾ അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് ചെയ്യാനുള്ളൊരു ചെറിയൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇത് നല്ല നീറ്റായിട്ട് ഒരേപോലെ ഇത് വയ്ക്കുക. ഇതേപോലെ കവർ നന്നായിട്ട് നീറ്റായിട്ട് ഒരേപോലെ വയ്ക്കുക. എന്നിട്ടൊരു കത്രി വെച്ചിട്ട് ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. യുവോ വിയോ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഈ രണ്ട് സൈഡിൽ നിൽക്കുന്ന ഈ കവറിൻ്റെ ഈ ഭാഗം എടുത്തിട്ട് ഇതേപോലെ നമുക്ക് ടൈറ്റായിട്ട് കെട്ടാനായിട്ട് പറ്റും. 2-3 കെട്ടൊക്കെ കെട്ടാം. കെട്ടിക്കഴിഞ്ഞ് നല്ല ടൈറ്റാക്കി കെട്ടി വയ്ക്കുക കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഈ ടൈറ്റായിട്ടുള്ള ഈ കെട്ട് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുക്കുന്നതിനുള്ള ഒരു ട്രിക്കും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ കെട്ടിയിട്ടുള്ള ഈ 2 തുമ്പിൽ ഒരു തുമ്പെടുത്തിട്ട് അതിന് ഏത് ഭാഗത്തായാലും ഓക്കെ കേട്ടോ. ഒരു ഭാഗത്ത് തുമ്പെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിക്കുക. നല്ല ടൈറ്റ് ആവുന്ന രീതിയിൽ നന്നായിട്ട് പിരിച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് തള്ളി കൊടുക്കുന്ന സമയത്ത് ആ കെട്ട് അങ്ങോട്ട് ലൂസായി വരും. നമുക്ക് ഈസി ആയിട്ട് ഈ കെട്ട് അഴിച്ചെടുക്കാനായിട്ടും പറ്റും കേട്ടോ. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ പഞ്ചസാര സൂക്ഷിക്കുന്ന പാത്രത്തിൽ പഞ്ചസാര പകുതിയോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പഞ്ചസാര അലിയേ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരയ്ക്കകത്ത് ഒരു ചിരട്ടയുടെ ഒരു പീസ് വെച്ച് കൊടുത്താൽ മതി. ഈ പഞ്ചസാരയിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാരയിൽ ഉണ്ടാകുന്ന ഈർപ്പത്തിനെ വലിച്ചെടുത്ത് പഞ്ചസാര നല്ല ക്രിസ്റ്റൽ രൂപത്തിൽ പഞ്ചസാര കഴിയോളം ഉണ്ടാവും കേട്ടോ. അലിഞ്ഞു പോവുകയില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അടുത്ത എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഇതാ പൊട്ടിച്ച സമയത്ത് ഇത് ഉള്ളിലുള്ള അവസ്ഥയാണിത്. ഫുള്ളായിട്ട് കേട് വന്നിട്ടുണ്ട്. നടന്നു കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ പുറമത്തെ ചകിരിയൊക്കെ എടുത്ത് മാറ്റുന്ന സമയത്ത് എവിടെയോ ചിരട്ടയിലൊരു പൊട്ട് വന്നാണെന്ന് തോന്നുന്നു. അത് തേങ്ങ ഫുള്ളായിട്ട് കേട് വന്നു. നമുക്ക് കുക്ക് ചെയ്യാനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. അങ്ങനെ 2 തേങ്ങ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 2 തേങ്ങയും വെച്ചിട്ട് നമുക്ക് വീട്ടിലിത് കളയാനായിട്ട് മനസ്സും വരുന്നില്ല. ഈ തേങ്ങ കളയാന്നൊക്കെ പറയുമ്പോൾ അത്രയും സങ്കടമുള്ള കാര്യമില്ലേ. അപ്പോൾ അത് നമുക്ക് ഒന്ന് യൂസ്ഫുള്ളാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ 2 തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നാണ് ഇതിലൊരു തേങ്ങ ഭയങ്കരമായിട്ട് ഉള്ളിലുള്ള അതിലൊക്കെ ഫുള്ള് പൂപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഈ എണ്ണ കാറിയാലുണ്ടാവില്ലേ ഒരു മണം, ഒരു എന്താ അതിന് പറയുക, കനയ്ക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു മണമാണ് കേട്ടോ ഈ തേങ്ങയ്ക്ക് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കേടുവന്നുണ്ടാവില്ലേ ഒരു മണം, അതേ ഒരു മണമാണ് ഇപ്പോൾ ഉള്ളത് തേങ്ങയ്ക്ക്. അപ്പോൾ ഇതാദ്യം ഞാനത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നു. നന്നായിട്ട് ഇതിൻ്റെ മുകളിലുള്ള പൂപ്പലൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. സ്പൂൺ വെച്ചിട്ട് മാറ്റിയതിന് ശേഷം പിന്നെ നന്നായിട്ട് നമുക്കൊന്ന് വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. കഴുകുന്ന സമയത്ത് തന്നെ കേട്ടോ തേങ്ങയ്ക്കകത്തുള്ള പൂപ്പലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇനി പോവാത്തതുണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ഫുള്ളായിട്ട് അതിൻ്റെ ഉൾഭാഗത്തുള്ള അതൊക്കെ നന്നായിട്ടൊന്ന് ചുരണ്ടി എടുത്ത് കളഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കഴുകി ഇതൊക്കെ സ്പൂൺ വെച്ച് ചുരണ്ടുന്ന സമയത്തിന് നല്ലതായിട്ട് വൃത്തിയായിട്ടുണ്ട്. എന്നാലും അതിൻ്റെ സ്മെല്ലിന് കുറവൊന്നുമില്ല കേട്ടോ. അതൊരു എണ്ണക്കാറ് അതേ ഒരു മണം തന്നെയാണ് ഇപ്പോഴും തേങ്ങയ്ക്കുള്ളത്. കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. മിക്സിയിൽ തേങ്ങാപ്പാൽ പിഴിയുന്നതിന് വേണ്ടി മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു മണം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു എണ്ണയ്ക്ക് അത്രയും മണമൊന്നും കിട്ടില്ല. നമ്മളിത് ഈ കേട് വന്ന തേങ്ങ വെച്ചിട്ടുണ്ടാക്കുന്ന കാരണം ആ നല്ലൊരു മണം ഉണ്ടാവില്ല. അപ്പം ഒരു ബാഡായിട്ടുള്ള മണം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ യൂസ് ചെയ്തിട്ട് എണ്ണേനെ നല്ല
ക്ലിയറായിട്ട് നല്ലൊരു എന്താ സുഗന്ധത്തോടു കൂടിയുള്ള ഒരു എണ്ണയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങ അരച്ചിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്ത് ഇനി ഇത് നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ പാലെല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കണം. തേങ്ങാപ്പാൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം തേങ്ങാപ്പാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ലൈറ്റായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഇത് കുറുക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗ്യാസ് ചിലവാണ്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമുക്കതൊരു കുറച്ച് നേരം ഒരു 2 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ ക്രീം വേറെയും നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം താഴെയായിട്ട് ഇങ്ങനെ നമുക്ക് രണ്ടും തനിയായിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ക്രീമെല്ലാം കറക്റ്റ് അതിൻ്റെ വെള്ളത്തിന് മുകളിൽ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നീക്കുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ടുള്ളൊരു തേങ്ങാപ്പാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് സ്പൂൺ വെച്ച് നീക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും, നല്ല തിക്കായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ എണ്ണ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് നമുക്കിതിലുള്ള ക്രീമും പതുക്കെ വെള്ളം അനക്കാണ്ട് അതിൻ്റെ മുകളിലുള്ള ക്രീം മാത്രമായിട്ട് നമുക്ക് എടുക്കാം. ഇതുപോലെ വലിയ പാത്രങ്ങളിലാക്കിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മുകളിലുള്ള ആ ക്രീമൊക്കെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ചെറിയ ബോട്ടിൽ വായുവട്ടം കുറവുള്ള പാത്രത്തിൽ ഒഴിക്കുന്നതിനേക്കാളും ഇതുപോലെ വലിയ വായുവട്ടമുള്ള പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്രീമുകൾ എടുക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് ക്രീം എനിക്കിതിൽ കിട്ടിയിട്ടുണ്ട്. ഈ തിക്കായിട്ടുള്ള തേങ്ങാപ്പാലിൽ എന്നാലും കുറച്ചൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ. നമ്മൾ എടുത്ത് മാറ്റുന്ന സമയത്ത് മുഴുവനായിട്ടും ക്രീം മാത്രമായിട്ടില്ല കിട്ടിയിട്ടുണ്ടാവുക. വെള്ളം കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇതിങ്ങനെ ചൂടാവുന്ന സമയത്ത് തന്നെ വെള്ളം ഉള്ളത് കാരണം നല്ലതുപോലെ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് വിട്ട് നിൽക്കണം. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തിള വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവാൻ പറ്റും, എണ്ണയുടെ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന പോലെ ഉണ്ടാവും. വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞ് വരുന്നതോടുകൂടി എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ അല്ലേ. അത്രയും എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ തേങ്ങാപ്പാൽ ഇപ്പോഴും എണ്ണയായിട്ട് മാറിയിട്ടുമില്ല. ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇത്രയധികം എണ്ണ നമുക്കിതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ വെള്ള കളറുള്ള സംഭവം ഒന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ തേങ്ങാപ്പാലിലുള്ള കംപ്ലീറ്റ് എണ്ണയും പുറത്തേക്ക് വരും. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലുള്ള ഈ തേങ്ങാപ്പാലിൻ്റെ ഇത് എടുത്ത് മാറ്റാം. കംപ്ലീറ്റ് എടുത്ത് മാറ്റി, അതായത് ഇത് കഴിക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷേ നല്ല തേങ്ങയുടെ അനുസരിച്ച് നമുക്ക് ആ സാധനം കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്നാലും ഇതിൽ കുറച്ചൊക്കെ തരിയുണ്ട്, എന്നാലും ഇത് ഓക്കെ കരിയാത്ത രീതിയിൽ ഞാൻ വെക്കുന്നുണ്ട്. സാധാരണ എണ്ണയുടെ ഒരു മണമായിരിക്കില്ല കേട്ടോ ഇതിന്, ഈ കാറിയ എണ്ണയുടെയൊക്കെ ഒരു മണമാണുള്ളത്. അപ്പോൾ ആ മണം പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഇല കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഈ എണ്ണയിലേക്ക് വരും. അങ്ങനെ കുറച്ച് നേരം ഒരു 10-15 സെക്കൻഡ് നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത തുളസിയുടെ ഇല ഒന്ന് നല്ല ഡാർക്ക് ഗ്രീൻ ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ എണ്ണയുടെ ആ ഒരു മണമൊക്കെ മാറി നല്ല മണമായിരിക്കും കേട്ടോ അപ്പോൾ എണ്ണയ്ക്ക് ഉണ്ടാവുക. അതുകൂടാതെ എന്നിട്ടും ഈ എണ്ണയുടെ മണം പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ടിപ്പും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ നല്ലൊരു മണമായിരിക്കും കേട്ടോ. എണ്ണ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ തുളസീൻ്റെ ഇല ഇട്ടിട്ട് മൂപ്പിക്കുക കാരണം എണ്ണയ്ക്ക് നല്ലൊരു മണമാണുള്ളത് കേട്ടോ. എന്നിട്ടും അതിൻ്റെ എണ്ണയ്ക്കുള്ള മണം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഒരു പച്ചക്കൽപ്പൂരം എടുത്തിട്ടുണ്ട്. ഈ പച്ചക്കൽപ്പൂരം ഒന്ന് നന്നായിട്ട് പൊടിക്കുക. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണ നല്ലൊരു മണമായിരിക്കും കേട്ടോ. പിന്നെ ആ എണ്ണ കേട് വന്ന തേങ്ങ വെച്ചിട്ടുണ്ടാക്കിയ എണ്ണയാണെന്നേ പറയില്ല. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു സുഗന്ധമായിരിക്കും. നമുക്ക് ദേഹത്ത് തേക്കാനായാലും ശരി, ഇനി തലയിൽ തേക്കാനായാലും ശരി, ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഒരു തരത്തിലുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല സുഗന്ധം ഉണ്ടാവും. നല്ല തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു സുഖവും കിട്ടും കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.